എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചോറ് വയ്ക്കുന്നതിനുള്ള അരി ഒന്ന് കഴുകി അടപ്പയിലിട്ടിട്ടുണ്ട്. ഞാനിവിടെ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. കലത്തിനകത്തിട്ട് പകുതി വേവാകുമ്പോൾ റൈസ് കുക്കറിനകത്ത് ഇറക്കി അടച്ചു വയ്ക്കുകയാണ് പതിവ്. കുറച്ച് ചേമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കുന്നതിന് വേണ്ടി കുറച്ച് ചുവന്നുള്ളി, 2 തക്കാളിക്കായും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമ്മൾ ഈ മീൻകറിക്ക് ചുവന്നുള്ളി ചേർക്കുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് കറിക്ക് കിട്ടും. ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുക്കാറാണ് പതിവ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഈ ചതച്ചിടുമ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് കറി വയ്ക്കുന്നതിന് വേണ്ടിയുള്ള മൺചട്ടിയാണ്. ഒന്ന് അടുപ്പ് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിക്കായും ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ടൊന്ന് ആ തക്കാളിക്കൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അതിനു വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ തക്കാളിക്കൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടികളെല്ലാം നമ്മൾ എടുക്കുന്ന മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ചെറിയ തീയിലിട്ട് ആ വെളിച്ചെണ്ണയിൽ കടന്ന് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് മീൻ കറിക്ക് കിട്ടും. ഓരോരുത്തരും അവരവരുടേതായ രീതിയിലായിരിക്കും കറി വെക്കുന്നത്. ഞാൻ എൻ്റെ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെക്കണം. അതായത് ആ വെള്ളം ഇനി നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു വിഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ വെണ്ടയ്ക്ക എല്ലാം കഴുകിയെന്ന് വൃത്തിയാക്കി എടുത്ത സമയമായപ്പോഴത്തേക്ക് മീനിൻ്റെ ചാറ് ഇതൊന്ന് നന്നായിട്ട് തിളച്ചോന്നി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. കാരണം ഈ വെണ്ടയ്ക്ക ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുത്താൽ അത്ര പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നത് അത് ഒഴിവാക്കി കിട്ടും. ഇനി അതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് നീളത്തിലിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളകും എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് വഴിച്ചെടുത്ത് മാറ്റി വയ്ക്കുക ചെയ്യുന്നുള്ളൂ. ഈ മീൻ കറിയിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു ചെറിയ തേങ്ങ എടുത്താന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മീൻ കറിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് തേങ്ങ തിരകി എടുക്കുന്നത്. ഈ മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടി അടുപ്പ് വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ആ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ചെറു തീയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി എല്ലാം തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ച ശേഷം അത് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് മീൻ ഒന്ന് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടി മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് അതിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ആണ് ഞാൻ മസാലയായിട്ട് ചേർക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് ഫ്രൈയിങ് പാനിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചട്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്കിട്ട് 2 സൈഡും മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയപ്പോഴത്തേക്ക് ചെറിയ തീയിലിരുന്ന് വെണ്ടയ്ക്കയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. മീനെല്ലാം നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ തയ്യാറായി. നല്ല കേര ചേമീൻ്റെ കറിയും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയതും രസം ഉണ്ടായിരുന്നത്. രസം ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ചതാണ്, അതുകൊണ്ട് വേറെ ഒഴിച്ചുകറിയൊന്നും തയ്യാറാക്കിയില്ല. നല്ല രസവും മീൻ വറുത്തതും ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ചക്കലത്തെ വിഭവങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.